വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിൽ പങ്കുചേരുന്നത് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കൊച്ചി ഭദ്രാസന മെത്രാപ്പോലിത്തയും സീനിയർ, നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ തന്നെ സീനിയർ മെത്രാപ്പോലിത്തമാരിൽ ഒരു ആളുമായ നമ്മുടെ അരേനിയസ് തിരുമേനിയാണ്. യാക്കൂബ് മാർ അരേനിയസ് തിരുമേനിക്ക് വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് വേറെ വിഷയങ്ങളൊന്നുമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ സഭ ഒരു വലിയ ജനാധിപത്യ സംവിധാനത്തിന്, ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. 4 പുതിയ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സിലാണ്. അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ആ പ്രോസസ്സ് നടക്കും. പണ്ട് ഈ മെത്രാൻ തെരഞ്ഞെടുപ്പിന്റെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു തിരുമേനി. അതെ, അന്നത്തെ രീതിയിലുള്ള സംവിധാനമാണോ ഇന്ന് നടക്കുന്നത്? സ്ക്രീനിങ് കമ്മിറ്റിയെ നിയമിക്കുന്നത് സുന്നഹദോസാണ്, ഭാവാധിപതിയുടെ കൽപ്പനയോടുകൂടെ. അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങനെ വളരെ വ്യക്തമായ മാനദണ്ഡങ്ങളൊന്നും എഴുതിയില്ല. എന്നാൽ അതിന് ഒരു സഭയുടെ ഭാവിയെ മുമ്പിൽ കണ്ടുകൊണ്ട് വ്യക്തി താല്പര്യങ്ങളില്ലാതെ വളരെ നിഷ്പക്ഷമായും ആരെയാണോ സഭയ്ക്ക് കൊള്ളാവുന്നത് അവര് ഭരണം എന്നുള്ള നിശ്ചയത്തോടെ, മാനദണ്ഡങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിന് ചില പാരാമീറ്റേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ ഇലക്ട് ചെയ്യുന്നതിൽ അവരുടെ യോഗ്യതകൾ നോക്കും. യോഗ്യതകളിലെ അക്കഡമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, തിയോളജിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവരുടെ ടിപ്പിക്കൽ പാരിഷ് സഭാ പ്രവർത്തനങ്ങൾ എങ്ങനെ എന്ന് അവരറിയാതെയും അറിഞ്ഞും അന്വേഷിക്കുക, അവരെക്കുറിച്ചുള്ള മതിപ്പോ മതിപ്പില്ലായ്മയോ എന്ന് കണ്ടുപിടിക്കണം. ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം, അത് വെരിഫൈ ചെയ്യണം. അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലുമാണ് ഒരു വിലയിരുത്തൽ ഉണ്ടാക്കാൻ. എന്നാൽ ഞങ്ങളന്ന് ചെയ്യുന്നത് ഒരു മെറിറ്റ് അനുസരിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റ് ഏകപക്ഷീയമല്ല. 11 മെമ്പേഴ്സ് കാണില്ല, എല്ലാവരുടെയും ഒരു സമ്മതത്തോടെ മാത്രമേ അന്ന് ലിസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ. റാങ്ക് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, പറഞ്ഞാൽ ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. മെറിറ്റ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റാങ്ക് ലിസ്റ്റൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ ആണല്ലോ. അപ്പം അതിനകത്ത് തുടങ്ങിയ ദിവസം തന്നെ ഞങ്ങൾ ചാപ്പലിൽ പോയി, ദേവലോകത്തെ ചാപ്പലിൽ പോയി. തൃശ്ശൂരെ തിരുമേനി, ദിയോസ്കോറോസ് തിരുമേനിയും കൂടാതെ, ഞാനും കൂടാതെ വേറെ മാനേജിംഗ് കമ്മിറ്റിയുടെ പ്രതിനിധികളും എല്ലാം ചേർത്ത് 11 പേര് സ്ഥാനികൾ. കാലം ചെയ്ത ദിയോസ്കോറോസ് തിരുമേനി ഇപ്പോഴത്തെ അന്ന് അദ്ദേഹം ഉണ്ടല്ലോ. അപ്പൊ ഇത്രയും പേര് കൂടിയിരുന്ന് ആദ്യമേ ഞങ്ങൾ ചാപ്പലിൽ പോയി. അപ്പൊ ഇങ്ങനെ ഞാൻ മുമ്പ് നടന്നവരൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത്, അതൊന്നും നമുക്കൂടെ മനസ്സിലാക്കാമല്ലോ. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചാപ്പലിൽ പോയി ഒരു പ്രാർത്ഥന നടത്തി. എന്നിട്ട് ഞങ്ങൾ ഒരു സത്യപ്രതിജ്ഞ ചെയ്തു. ഇപ്പോഴെൻ്റെ ഇരിപ്പുണ്ടത് എഴുതിയത്. ആ പ്രതിജ്ഞ ഞങ്ങൾ ചൊല്ലിക്കൊടുത്തു, എല്ലാവരും ചൊല്ലി. അതിനുശേഷം ഞങ്ങൾ കൈ തോണോസിന് നേരെ നീട്ടി ഞങ്ങൾ ശപഥം ചെയ്തു. ശപഥത്തിൻ്റെ ഉള്ളടക്കം ഞാൻ തന്നെ എഴുതിയുണ്ടാക്കിയായിരുന്നു. ഈ ഉത്തരവാദിത്വം സഭ ഞങ്ങളെ ഏൽപ്പിച്ചതാണെന്നും അത് വളരെ താല്പര്യത്തോടും നിഷ്പക്ഷമായും കാര്യക്ഷമമായി ഞങ്ങളാവോളം ചെയ്യുന്നതാണെന്നും ഇതിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും പുറത്തു പോകുകയില്ല എന്നും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ശപഥം ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. ഈ 11 പേര് ഒന്നിച്ചാണ് ഈ ശപഥം ചെയ്തത്. അപ്പം ഞങ്ങളെ ഒരു മൈൻഡ് ചെയ്യുന്നതാണിത്. അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ സുന്നഹദോസ് കൂടുന്നിടത്തൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ വേറൊരു മെയിൻ ബിൽഡിംഗ് ഉണ്ട് പുതിയത്. അതിൻ്റെ
ഒരു കോണിൽ ഒരു ശല്യം ഉണ്ടാകാത്ത ഒരു സെക്യൂർഡ് ആയിട്ടൊരു സ്ഥലത്ത്, കാരണം ഇത് ജനശ്രദ്ധയിൽ വരണ്ടെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നാണ്. ഇപ്പോൾ തുടങ്ങുമ്പോൾ ഞങ്ങൾ അവിടെയും പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു MP MLA തിരഞ്ഞെടുക്കുന്ന പോലെയല്ല. അതിപ്പോൾ 4-5 വർഷം കഴിഞ്ഞ് അവരല്ല അതിന് മുമ്പോ പോയെന്ന് വരെ. ഇതങ്ങനെയല്ല, ആയുഷ്കാലം ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ നമ്മളാവോളം, നമുക്കൊക്കെ ബലഹീനതയുള്ള അറിവ് കുറവാണെങ്കിലും ആവോളം നിഷ്പക്ഷമായി ചെയ്യണം. എനിക്ക് സ്ഥാനാർത്ഥി ഇല്ല, നമുക്കാർക്കും സ്ഥാനാർത്ഥിയില്ല, എല്ലാ സ്ഥാനാർത്ഥികളും നമ്മുടേതാണ്. ഇവിടെ എൻ്റെ കൂടെ അരവരെ താമസിക്കുന്ന ആൾ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഞാൻ അതൊന്നും പറയുകയോ ആളെ ഉയർത്തുകയോ താഴ്ത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത് ചെയ്യാൻ പാടില്ല. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് താല്പര്യം അങ്ങനെ ഒരാളിനോടും ഇല്ല, എതിർപ്പും ഇല്ല. യോഗ്യരാണെന്ന് നമുക്ക് എല്ലാവരും കൂടെ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് റാങ്ക് ചെയ്ത് കൊടുക്കണം. എല്ലാവരും തിരുമേനിയുടെ അരമനെ താമസിച്ചിരുന്ന ഇപ്പോഴും താമസിക്കുന്ന അപ്പൊ ആ ആള് കാൻഡിഡേറ്റ് ആണ്. കാൻഡിഡേറ്റാണ് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടോ? ഇല്ല, അത് ഞാൻ അതിനകത്ത് എതിർക്കാനോ അനുകൂലിക്കാനോ പോകത്തില്ലല്ലോ. പക്ഷെ കൊള്ളാമെങ്കിലും എടുത്തു നമ്മൾക്ക് എടുക്കാം എന്നുള്ളതല്ലാതെ ആ ആളിനെ ഒന്ന് പ്രോപ്പ് ചെയ്യാനോ മോശമെന്ന് പറയാനോ ശരിയല്ല, എൻ്റെ മനസ്സാക്ഷിക്ക് ചേരുന്നതല്ല. അപ്പോൾ അവരോട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതാണ് എൻ്റെ മനസ്സിലുള്ളത്. നമ്മളെല്ലാവരും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ ഇത് സഭയുടെ താല്പര്യം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേക താല്പര്യം വേണ്ട. കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ട്, ഇതിന് നേരത്തെ തയ്യാറാക്കി കിട്ടിയിരിക്കുന്ന ഒരു മാനദണ്ഡം അടിക്കുന്ന ഗ്രിഗോറിയസുകളുടെ കാലത്ത് അങ്ങനെ ഉണ്ടാക്കി, അതനുസരിച്ച് ഇന്ന യോഗ്യതകളുള്ളത് നമുക്ക് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. ആ മുറിക്ക് പുറത്തോട്ട് ഇഷ്ടം പോലെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്നത് അത് സദ്യ വന്നിട്ടുള്ളത് ആക്ഷേപങ്ങൾ നിന്നുണ്ടെങ്കിൽ തുറന്ന് പറയണം ഇവിടെ. പക്ഷെ ഈ മുറിയുടെ പുറത്തുണ്ട് ഒരു ശബ്ദം പോയാൽ അത് വളരെ അപകടം ഉണ്ടാക്കുന്നതാണെന്ന് അറിയാമല്ലോ. മറ്റേ അത് ഇവിടെ പകലെന്ത് പറഞ്ഞു എന്നുള്ള രാവിലെ വൈകിട്ട് ന്യൂസാണ്. ഇന്നാരിങ്ങനെ ചോദിച്ചു, മറ്റേ ആൾ ഇങ്ങനെ പറഞ്ഞു ഒരു കാരണവശാലും വരരുത്, അത് ഡാമേജിങ് ആണ്. അത് എനിക്ക് തോന്നിയൊരു കാര്യം, ഞങ്ങൾ ആ കാര്യം പറഞ്ഞ് സമ്മതിച്ചു. ഒരു കാരണവശാലും ഞങ്ങൾ തുറന്ന് സംസാരിക്കും, ഓരോ സ്ഥാനാർത്ഥിയെക്കുറിച്ച് തുറന്ന് ഒന്നും മറച്ചു വെക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് നമുക്ക് വേണ്ടിയല്ല പറയുന്നത്, അവരുടെയും സഭയെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അങ്ങനെ പക്ഷേ ഇവിടെ പറയുന്ന ഒരക്ഷരം പുറത്തു പോകാൻ പാടില്ലാന്ന് ഞങ്ങൾ അന്ന് പിന്നെ അവരോട് ഞാൻ പറഞ്ഞു, അങ്ങനെ നിശ്ചയിച്ചാണ്. ഞങ്ങൾ കുറേ ദിവസങ്ങൾ ഇരുന്നാണ് എഴുതി വെക്കുകയും ഓരോരുത്തരുടെ ഈ പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയും തിയോളജിക്കൽ യോഗ്യതയും അവരെക്കുറിച്ചുള്ള മറ്റാളുകളുടെ അഭിപ്രായങ്ങൾ, അവരുടെ പാരീഷിൽ പോയി അങ്ങനെ ജോലി ചെയ്യുന്നു, അവരുടെ പ്രഭാഷണം, ഇടപെടലുകൾ, മനുഷ്യസ്നേഹപരമായ പ്രവൃത്തികൾ, മാതൃകാപരമായ ജീവിതം, കുറ്റമില്ലാത്ത ആക്ഷേപങ്ങളുടെ കാലമാണ്. ഇതൊക്കെ നിഷ്പക്ഷമായി അവരറിയാതെയും പരിശോധിക്കാൻ ഉള്ള നിലയിലുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇച്ചിരി സമയമെടുത്തത്. അതെല്ലാം കൊണ്ടുവന്ന് ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതാരാണ് ആക്ഷേപം പറഞ്ഞെന്നുള്ളത് ഞങ്ങൾ വെളിപ്പെടുത്തുകയില്ല. ഞാൻ പറയും അതെൻ്റെ കയ്യിലുണ്ട്, അതങ്ങ് ഉടക്കി ശരിക്കും ബാക്കി കണ്ടൻസുമായി അവർ പറഞ്ഞു അത് മതി, ഞങ്ങൾക്ക് അറിയണ്ട. കാരണം പലരും പല രീതിയിലുള്ള അഭിപ്രായം പറയില്ല. പിന്നെ നമുക്ക് വെരിഫൈ ചെയ്യണമെങ്കിൽ ആ പരാതിക്കാരനെ വിളിച്ചാൽ മതി, എല്ലാവരുടെ വീട്ടിൽ പോയി അന്വേഷിക്കുകയൊന്നും വേണ്ട. അതനുസരിച്ച് പേര് വെളിപ്പെടുത്താതെ, ഞാനും മറന്നുപോയി, നമ്മുടെ ഇതിലെ ഓർത്തിരിക്കുക, അതായത് ആ ഭാഗം അങ്ങ് മറച്ചു വെച്ച് അത് കണ്ടൻസ് വായിച്ച് കേൾപ്പിച്ച് എല്ലാവർക്കും എല്ലാം അറിയത്തക്കവണ്ണം അത് പരസ്യമായിട്ട് പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞ് അതെല്ലാവരും സമ്മതിക്കുകയും ചെയ്യും. കാരണം എനിക്ക് സെൽഫ് ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ അവർക്കെല്ലാം ഇൻട്രസ്റ്റ്. അല്ല, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത അന്നും ഇന്നും. കാരണം ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല. ഞങ്ങൾ ഇൻ്റർവ്യൂ ഒന്നും നടത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇൻ്റർവ്യൂ വോട്ടിനടിയിലോ ഒന്നും അങ്ങനെ ഉണ്ടായില്ല. കാരണം അത് എൻ്റെ ഒരു ചിന്ത, ഞാനും കുറച്ചാൾ അധ്യാപകനായിരുന്നുകൊണ്ട് ഈ ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷ നടത്തിയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ കുറേ പേരെ ഇൻ്റർവ്യൂ നടത്തി നിയമിക്കുക, അതാണ് ലോകമെല്ലാം ഉള്ളത്. ഇതങ്ങനെ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് എത്ര 17 പേരെ വേണമായിരുന്നു. അത് 30-35 പേരുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എങ്ങനെയാ? ഈ മാനദണ്ഡങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞ ഒരു കുറേ കാര്യമുണ്ടല്ലോ, അതും ഇതെല്ലാം ഞങ്ങൾ അപ്പം തന്നെ ടാബ്ലേറ്റ് ചെയ്ത് വെക്കും. വളരെ ശാസ്ത്രീയമായിട്ട് തന്നെയാണ്.
പിന്നെ ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് അത് അതിനകത്തെല്ലാം നോട്ട് ചെയ്യും. അവരെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ നല്ലൊരു അഭിപ്രായം ചോദിക്കുമല്ലോ നമ്മൾ. അവരുടെ അദ്ദേഹത്തിലെ പ്രാച്ചനോടും ചിലർക്ക് ചോദിക്കും, ഇടവകയുടെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം വരുത്തിയിട്ട് എല്ലാം വെരിഫൈ ചെയ്യുകയും ചെയ്യും സർട്ടിഫിക്കറ്റ്സ് എല്ലാം. അല്ലാതെ അവരെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടില്ല. കാരണം അതൊരു ഒരു ആയേക്കാവുന്ന ഒരാളെ വിളിച്ച് നമ്മൾ അച്ഛന്മാരും അഴിമേനികളും മെത്രാച്ചന്മാരും ഇരുന്നുകൊണ്ട് അവരെ ഇങ്ങനെ വേർപ്പിക്കുന്ന ഒരു പരിപാടി അത് നല്ലതാണ് ശരിയല്ല. എനിക്ക് തോന്നുന്നില്ല. അവരെടുത്താലും എടുത്തില്ലെങ്കിലും അങ്ങനെ ഒരാളെ ഇൻ്റർവ്യൂസ് നടത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളത് ചെയ്തില്ല. എന്നാൽ അവരുടെ ഈ ബുദ്ധിപരവും മനഃശാസ്ത്രപരമായ നിലവാരം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ, സ്റ്റാൻഡേർഡൈസ് ടെസ്റ്റുകളുണ്ട്. സൈക്കോളജിയോ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയാം. ഫിസിക്കൽ മെഡിസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടൊരു ആവശ്യം. അത് കൂടാതെ ഇവരുടെ മനോവികാസം, ഇൻ്റലക്ച്വൽ ലെവല്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, സ്ട്രെസ് വന്നാൽ എങ്ങനെ നിൽക്കും, ഈ കാര്യങ്ങളൊക്കെ കുറേ ടെസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ട്. വളരെ ആധുനികമായ ടെസ്റ്റുകളുണ്ടല്ലോ. അത് എവിടെ വെച്ച് നടത്തണം തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഈ സാധാരണ ഈ ഉദാഹരണം കോട്ടയത്തോ പരുമലയോ അത് വേണ്ട, ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അവിടെ ജനം എല്ലാം കൂടെ അധികം എൻ്റെ ഇവിടെ കരടേണ്ട കേട്ടോ എന്ന് ജനം കുശി പോകുന്ന വൈകി അത് വേണ്ട. അതുകൊണ്ട് വളരെ ഒരു അജ്ഞാതമായ ഒരു സ്ഥലത്ത്, ഞങ്ങൾ പറയത്തില്ല ഇവിടെ, അവിടെ പോയി ഇതിൻ്റെ എക്സ്പേർട്സ് ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് തിരിച്ച് ഒരാഴ്ച കേട്ട് തിരിച്ചു പോകുന്നു. അത് നമ്മുടെ കയ്യിലുണ്ട്. ഫയൽ, ഇതെല്ലാം ഫയലാണ്. ഓരോ ആളിനെ കുറിച്ചുള്ള ഫയൽ വെച്ചിട്ട് സാനിറ്റൈസ് ടെസ്റ്റ് ഞാൻ പഠിച്ചതായി. വീടിന് എംബിഡിൻ റിസർച്ചിനൊക്കെ പഠിച്ച ടെസ്റ്റുകളുണ്ട്. സൈക്കോളജിയുടെ ടെസ്റ്റ് ഉണ്ട്, IQ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ വേറെ ഒത്തിരി ക്യൂ ഉണ്ട്. ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് പോലെ ഇമോഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ കൊടുത്തു. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഓരോന്ന് ഞങ്ങളിങ്ങനെ നോക്കും. അതിലേറ്റവും ഉന്നത നിലയിൽ വരാവുന്നത് ഉള്ളതിൽ ബെസ്റ്റ് അവൈലബിളിൻ്റെ 1-2 എണ്ണങ്ങളെടുത്ത് എല്ലാവരും കൂടെ ഓപ്പണായിട്ട് സംസാരിച്ച് ചർച്ച ചെയ്ത ശേഷം, അല്ല എനിക്ക് അറിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു, ആരെയും സൈഡ് പിടിക്കാതെ കൊള്ളാവുന്നവരെ ഭാവിയിലേക്ക് നോക്കി അവർക്ക് ബുദ്ധിപരവും വൈകാര്യം എല്ലാം തീർത്ത് വരാമെന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. അന്നുള്ളത് ഇത് എടുക്കാൻ നോക്കത്തുള്ളൂ. ഇവരൊക്കെ അന്ന് ബാബായുടെ ഇടയ്ക്കൊരു ദിവസം പറഞ്ഞു ഇങ്ങനെയൊക്കെ കാര്യങ്ങളില്ലാതെ അദ്ദേഹത്തിന് ഓരോ അഭിപ്രായം ചോദിക്കാനോ ബാബായ്ക്ക് ധാരണയിട്ടുണ്ടോ എന്ന് ചോദിക്കാനോ ഞങ്ങൾ പോയിട്ടില്ല, പോകത്തുമില്ല. അത് ശരിയല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് നിഷേധിക്കാനും ഒക്കത്തില്ല. പറയത്തില്ല, പറയാൻ പാടില്ലല്ലോ. അദ്ദേഹം ഇതിന്റെ കമ്മിറ്റിയെ വെച്ച് അവിടെ ഞങ്ങൾ ചോദിക്കാൻ പോയിട്ടില്ല. എന്നാൽ എന്തെങ്കിലും അറിയിക്കാനാണ് ഇത്രയും കാരണമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അറിയിക്കാനല്ലാതെ ഞങ്ങളവിടെ പോയിട്ടുമില്ല, അദ്ദേഹം ചോദിച്ചിട്ടുമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. അത് കോൺസെൻസസ് ആണ്. 11 പേരും എഗ്രി ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആയിരിക്കും. അതിനകത്തൊരു തർക്കമോ ഇത് അങ്ങനെ അതില്ല ഇങ്ങനെ ആകാമായിരുന്നല്ലോ എന്നൊരു സ്ഥിതി വരാതെ ഓരോന്നും എടുത്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം റാങ്ക് ചെയ്യും. അപ്പം അതിൻ്റെ തർക്കമില്ല, യുനാനിമസ് ആണ്. അന്ന് യുനാനിമസ് ആയിരുന്നു. അന്ന് എല്ലാം പെർഫെക്റ്റ് ഒന്നും അല്ല കാൻഡിഡേറ്റ്. അങ്ങനെ കാൻഡിഡേറ്റ് സമയമില്ല, ഇന്നുമില്ല. പിന്നെ ചുരുക്കം ചില വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ആളുകൾ കാണുമായിരിക്കും എന്നുള്ളതല്ലാതെ വലിയ എബോവ് ആവറേജ് അങ്ങേയറ്റം നയിക്കുന്ന കാൻഡിഡേറ്റ്സ് അധികം പേര് ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് മുമ്പോട്ട് നോക്കുന്തോറും അത് വളരെ ഡൈല്യൂട്ടഡ് ആയിട്ടാണ് കാണുന്നത്. എൻ്റെ ഒരു ആശങ്ക ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതിൽ നമ്മുടെ മുമ്പിൽ കിട്ടിയിരിക്കുന്നതനുസരിച്ച് ഞങ്ങളൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അന്ന് എത്ര പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി? 14 പേരുടെ പേര് കൊടുക്കണം. 7 അല്ലേ വേണ്ടത്, അതായത് ഡബിൾ അല്ലേ മാനേജ് പറ്റി കൊടുക്കേണ്ടത്. അത്ര എല്ലാവരും യോഗ്യന്മാരാന്ന് ചോദിച്ചാൽ പോസിറ്റീവായിട്ടുള്ള പറയാൻ നോക്കുകയല്ല, എങ്കിലും കൊടുക്കേണ്ടി വന്നു. അത് വന്നാൽ വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഡബിൾ നമ്പർ അത് നമ്മൾ കൊടുത്തു. കൊടുത്ത് ആരായിട്ട് ഫോട്ടോ എടുക്കാനൊന്നും വേണ്ട, ഇത് സമർപ്പിക്കുന്ന ഫോട്ടോ ഇത് ഇവിടെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ പണി കഴിഞ്ഞു. ഇനി അവരെ അങ്ങനെ കൈ കൊടുത്ത് ബാക്കി പിന്നെ ഓഫീസിൽ നിന്നാണ് ഓരോരുത്തരുടെയും മാനേജിംഗ് കമ്മിറ്റി ഞങ്ങൾക്കെല്ലാം അയച്ചു കൊടുക്കുന്നത്. ഇത്രയുമാണ് ഞങ്ങളതും ചെയ്തത്. അല്ലാതെ ആരെയും ഫേവർ ചെയ്യാനോ വിളിച്ചു വരുത്താൻ അവരെ എല്ലാവരെയും വിളിച്ച് എൻ്റെ ഫോണിൽ തന്നെ വിളിച്ചു വരുത്തില്ല. നിങ്ങളുടെ ഞങ്ങൾ 5 പേര് ഇരുന്നുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പേര് അന്വേഷിച്ചിട്ടില്ല. അല്ലാതെ അവരായിട്ട് വേറെ പേഴ്സണൽ ഇടപെടുന്നതില്ല.